നമസ്കാരം. സെറ്റ് ജനറൽ പേപ്പറിലെ സൈക്കോളജി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിഷൻ സെറ്റ് എന്ന് പറയുന്ന എൻട്രിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ പിന്നെ നിങ്ങൾക്ക് നോട്ട്സുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് സൈക്കോളജി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സൈക്കോളജി പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സൈക്കോളജിയിൽ പാർട്ട് പ്രധാനമായിട്ടും എന്തെല്ലാമാണ് വരുന്നതെന്ന് നോക്കാം. സൈക്കോളജിയിൽ നമുക്ക് എന്താണ് സൈക്കോളജിയുടെ മീനിങ്? ദ വേർഡ് സൈക്കോളജി വാസ് യൂസ്ഡ് ദ ഫസ്റ്റ് ടൈം ഇൻ 1590. റുഡോൾഫ് കൊക്കലാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന വേൾഡിൽ തന്നെ സൈക്കോളജി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് 1590. ദെൻ ഓറിജിൻ ടു ഗ്രീക്ക് വേർഡ് സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് origin, psych, soul, and logos, study or science. Psychology means study or science of soul. Study science of soul എന്നുള്ളതാണ് സൈക്കോളജിയുടെ മീനിങ് അറിയപ്പെടുക. ശ്രദ്ധിക്കുക, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വേർഡ് ഉണ്ടാകുന്നത്. സൈക്ക് എന്ന് പറഞ്ഞാൽ സോൾ, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓർ സയൻസ്. സൈക്കോളജി മീൻസ് സ്റ്റഡി ഓർ സയൻസ് ഓഫ് സോൾ. ദെൻ the meaning of psychology has undergone many changes from time to time. ഇപ്പോൾ സൈക്കോളജിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ പല രൂപത്തിൽ പല ടൈമിൽ അത് വാരി ചെയ്തിട്ടുണ്ട്, പല രൂപത്തിൽ മാറി മാറി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എവല്യൂഷൻ, അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയാണ് എന്നുള്ളതാണ്. 4 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ്, 4 വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് സോൾ. ആദ്യം പറയുന്നു സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് സോളിൻ്റെ പഠനമാണ് എന്നാണ് ആദ്യത്തെ മീനിങ്. സെക്കൻഡ് വൺ സ്റ്റെപ്പിലേക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇവല്യൂഷൻ പിന്നീട് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് മൈൻഡ്, മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. രണ്ടാമത് തേർഡ് വൺ, സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. സയൻസ് ഓഫ് കോൺഷ്യസ്നസ് ആണ് ബോധത്തെക്കുറിച്ചുള്ള, അതല്ലെങ്കിൽ എന്താണ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. ദെൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. പിന്നീട് വരുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്. ഈ 4 തരത്തിലാണ് ഇവല്യൂഷൻ. രസകരമായിട്ട് വുഡ്സ്വർത്ത് പിന്നീട് ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ. സൈക്കോളജിക്ക് ആദ്യം സോൾ നഷ്ടപ്പെട്ടു. ദെൻ ഇറ്റ്സ് മൈൻഡ്, പിന്നെ മനസ്സ് നഷ്ടപ്പെട്ടു. ദെൻ ഇറ്റ്സ് ലോസ്റ്റ് കോൺഷ്യസ്നെസ്, പിന്നെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു. ഇറ്റ് സ്റ്റിൽ ബിഹേവിയർ ഈസ് സോട്ട് മോഡേൺ കൺസെപ്റ്റ് ഓഫ് സൈക്കോളജി ടേംസ് ഓഫ് ബിഹേവിയർ എന്നുള്ള രൂപത്തിലേക്ക് മോഡേൺ സൈക്കോളജി, ആ ടേം സൈക്കോളജി എന്നുള്ള ടേം ബിഹേവിയർ എന്നുള്ള ടേമിലായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ ചെയ്യുന്നത്. ഇത് എന്താണ്, മക്ഡുവൽ ഒക്കെ തന്നെ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇതാണ് വുഡ്സ്വർത്ത് വളരെ രസകരമായി പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ ഇവല്യൂഷനിൽ രസകരമായി പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവല്യൂഷൻ. ഏത് സൈക്കോളജിയുടെ പൊതുവെയുള്ള ഒരു ഇവല്യൂഷൻ ഈ 4 ഫേസിലൂടെയാണ് ഇത് കടന്നു പോയിട്ടുള്ളത്. സോ ഇനി സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് എന്താണ്? സൈക്കോളജി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ക്രോ പറഞ്ഞ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യ ബന്ധങ്ങളുടെയും മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഏത് സൈക്കോളജി എന്ന് ക്രോ പറഞ്ഞു. ദെൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. സയൻസ് ഓഫ് ബിഹേവിയർ ആണ്, അതുപോലെ എക്സ്പീരിയൻസും സയൻസ് ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അനുഭവങ്ങളും സയൻസ് ഓഫ് ബിഹേവിയറും സ്വഭാവങ്ങളും കൂടിയതാണ് സൈക്കോളജി എന്ന് സ്കിന്നർ ഒരു ഡെഫിനിഷൻ. ദെൻ സൈക്കോളജി ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജി. ഓഫ് ലിവിങ് ക്രിയേച്ചേഴ്സ് ഇൻ ദെയർ കോണ്ടാക്ട് വിത്ത് ഔട്ടർ വേൾഡ്. എന്താണ്? ഈ ലോകത്തുള്ള ലിവിങ് ക്രിയേച്ചേഴ്സിന്, ഈ വേൾഡിലുള്ള ലിവിങ് ക്രിയേച്ചേഴ്സ് എന്നുള്ള കോണ്ടാക്ട് എന്താണ്? അതാണ് സൈക്കോളജി എന്നാര് പറഞ്ഞു? കാഫ്ക. ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ക്രോ. ദെൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ്, സ്കിന്നർ. Then psychology as the scientific study of behavior of living creatures in their contact with the outer world, കാഫ്ക. ഇതാണ് പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ ഡെഫിനിഷൻസ്. ഇനി സൈക്കോളജിൻ്റെ ഒരു നാച്ചർ. സൈക്കോളജിൻ്റെ നാച്ചർ എങ്ങനെയാണ്?
സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സൈക്കോളജി സയൻറ്റിഫിക്, അത് നാച്ചർ സയൻറ്റിഫിക് ആണ്. കാരണം എന്താണ് സയൻറ്റിഫിക് എന്ന് പറയാൻ കാരണം എന്താണ്? അത് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇത് സയൻറ്റിഫിക് ആണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ എംപെരിക്കൽ സയൻസ്. ഇത് അനുഭവവേദ്യമാകുന്ന ഒരു സയൻസാണ്, എംപെരിക്കലാണ്. ഇറ്റ് ഈസ് മെത്തേഡ് ഈസ് സയൻറ്റിഫിക്. അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, സൈക്കോളജിയുടെ മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആണ്, സയൻറ്റിഫിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫാക്ച്വൽ, ഇതൊരു ഫാക്ച്വലാണ്. ദെൻ ഇറ്റ് ഈസ് എ തിയറട്ടിക്കൽ ബേസ്. ഈ ഓരോ സൈക്കോളജിയുടെ പഠനങ്ങൾക്കും അതിനൊരു തിയറട്ടിക്കൽ ബേസ് ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ഇതിനൊരു തിയറട്ടിക്കൽ ബേസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സയൻസ്. അപ്പോൾ പറയുമ്പം തന്നെ ഇതെന്താണ് പെർഫെക്റ്റ് സയൻസ്, കെമിസ്ട്രി പോലെ ഫിസിക്സ് പോലെ അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഒരു ലബോറട്ടറിയിൽ തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ലാതെ. അതുകൊണ്ട് എന്താണ് ഇത് നോട്ട് എ പെർഫെക്റ്റ് സയൻസ്. പെർഫെക്റ്റ് സയൻസ് ഒന്നും പറയാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഹാസ് എ പ്രാക്ടിക്കൽ റിലം. ഇതിനൊരു പ്രാക്ടിക്കൽ റിലം ഉണ്ട്. ദെൻ ഇറ്റ് പൊസസ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. ഇതെന്താണ് ഒരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഇതിൻ്റെ നാച്ചറാണ്, അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിയുടെ നാച്ചറായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഫങ്ഷൻ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ഫാക്ടേഴ്സ് ദാൻ ഇൻഫ്ലുവൻസ് ഓഫ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് മറ്റൊരു ഫങ്ഷനാണ്. ടു അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ ടു ട്രീറ്റ് മെൻ്റൽ ഇൽനെസ്. മെൻ്റൽ ഇൽനെസ്സിനെ, മാനസികമായ ഇൽനെസ്സിനെ, രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനാണ്. ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ടേസ്റ്റ്. കൺസ്യൂമർ ടേസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് സൈക്കോളജിയുടെ മറ്റൊരു ഫങ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻ വർക്ക് പ്ലേസ്. ഓരോ വർക്ക് പ്ലേസിലും, ഓരോ വ്യക്തിയുടെ വർക്ക് പ്ലേസിലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് സൈക്കോളജിയുടെ മറ്റൊരു ഫങ്ഷനാണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ രംഗത്ത് ഇഫക്റ്റീവായിട്ട് എഡ്യൂക്കേഷൻ നടക്കണമെങ്കിൽ, എഡ്യൂക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ അതിന് എന്താണ് ഇഫക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത് സൈക്കോളജിയുടെ മറ്റൊരു ഫങ്ഷനാണ്. ടു അണ്ടർസ്റ്റാൻഡ് ഓൺ സെൽഫ് ആൻഡ് അതേഴ്സ്. സ്വയം മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ് സൈക്കോളജിയുടെ മറ്റൊരു ഫങ്ഷന്. ഇത്രയും ഫങ്ഷനാണ് സൈക്കോളജിക്കുള്ളത് പ്രാഥമികമായി. ദെൻ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ബ്രാഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം നോക്കാം. സൈക്കോളജിയുടെ ബ്രാഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലാണ് എന്നുള്ളതാണ്. നോക്കാം. സൈക്കോളജിയെ നമുക്ക് എന്താണ് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്യുവർ സൈക്കോളജി, സെക്കൻഡ് വൺ അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. സോ ഈ പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ് ഏത് പറയുന്നത് ജനറൽ സൈക്കോളജി, ദെൻ അബ്നോർമൽ സൈക്കോളജി, ദെൻ ഡെവലപ്മെൻ്റൽ സൈക്കോളജി, ഫോർത്ത് വൺ സോഷ്യൽ സൈക്കോളജി, ആൻഡ് ഫിഫ്ത്ത് വൺ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ആൻഡ് സിക്സ്ത് വൺ പാരാസൈക്കോളജി. ഇതിനെ നമ്മൾ പ്യുവർ സൈക്കോളജി എന്നാണ് പറയാം. ഇനി അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് പോയാൽ എങ്ങനെയാണ്? അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ദെൻ ക്ലിനിക്കൽ സൈക്കോളജി, ദെൻ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, പൊളിറ്റിക്കൽ സൈക്കോളജി. ഇതിനെ നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയും. അപ്പോൾ സൈക്കോളജിയെ രണ്ടായിട്ട് തരംതിരിക്കാം: പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. ദെൻ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്യുവർ സൈക്കോളജി. പ്യുവർ ആയിട്ടുള്ള സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു ആദ്യം ജനറൽ സൈക്കോളജിയാണ്. ജനറൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് നോർമൽ അഡൾട്ട് ഹ്യൂമൻ ബീയിങ്. നോർമൽ അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് നമ്മൾ ജനറൽ സൈക്കോളജി എന്ന് പറയുക. അത് പ്യുവർ സൈക്കോളജിയാണ്. ദെൻ അബ്നോർമൽ സൈക്കോളജിയിൽ ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ.
ഇൻഡിവിജ്വലിൻ്റെ അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. സഫർ ഫ്രം മെൻ്റൽ ഡിസീസസ്. ഇപ്പോൾ അത്തരം ആളുകൾ മെൻ്റൽ ഡിസീസ് ഉണ്ടാവും, അബ്നോർമൽ ബിഹേവിയറുള്ള ആളുകൾക്ക്, അതിനെക്കുറിച്ച് എന്താണ് പഠിക്കുന്നു. അത് അബ്നോർമൽ സൈക്കോളജി, പ്യുവർ സൈക്കോളജിയാണ്. ദെൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. എന്താ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി? സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് ഇൻ റിലേഷൻ ദ പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ജനനം മുതൽ ഓൾഡ് ഏജ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ആ പ്രോസസ്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സൈക്കോളജിയാണ് എന്ത്? ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇതൊരു പ്യുവർ സൈക്കോളജിയാണ്. ഇനി അടുത്തതാണ് എന്ത്? പ്യുവർ സൈക്കോളജിയിൽ തന്നെ വരുന്ന സാധനമാണ് സോഷ്യൽ സൈക്കോളജി. വാട്ട് ഈസ് ദാറ്റ്? This branch of psychology deals with the social behavior in the relation with people among themselves. എന്താണ്? ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ് സോഷ്യൽ ബിഹേവിയറും അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പും പിന്നെ പഠിക്കുന്നതാണ് എന്ത്? സോഷ്യൽ സൈക്കോളജി. ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, വ്യക്തിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പഠനം സോഷ്യൽ സൈക്കോളജി. ദെൻ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി അടുത്തതാണ് പ്യുവർ സൈക്കോളജിയിൽ വരുന്നു. ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ദ വേസ് ഓഫ് മീൻസ് ഓഫ് ക്യാരിയിങ് ഔട്ട് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ് അലോങ് സയൻറ്റിഫിക് ലൈൻസ് അണ്ടർ ദ ലബോറട്ടറി സിറ്റുവേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് മെൻ്റൽ പ്രോസസ് ഓഫ് ബിഹേവിയർ. എന്താണ്? ലബോറട്ടറി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് മെൻ്റൽ ബിഹേവിയറിനെ കുറിച്ച് ആ പ്രോസസ്സിലൂടെ പഠിക്കുക, സയൻറ്റിഫിക്കായിട്ട് എക്സ്പെരിമെൻ്റലി പഠിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ പാരാസൈക്കോളജി. അത് പ്യുവർ സൈക്കോളജിയാണ്. പാരാസൈക്കോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, പ്രീകോഗ്നിഷൻ, ടെലിപ്പതി ആൻഡ് അലീഡ് ഫിനോമിന. എന്താണ് ടെലിപ്പതി, അതുപോലെ തന്നെ എന്താണ് സെൻസറി പെർസെപ്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഡീൽ ചെയ്യുന്നത് സ്റ്റഡിയാണ് നമ്മളെന്ത് പറയുക? പാരാസൈക്കോളജി എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? പ്യുവർ സൈക്കോളജി ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ദെൻ അപ്ലൈഡ് സൈക്കോളജി. ആ പ്യുവർ സൈക്കോളജിയെ അപ്ലൈ ചെയ്യുക, അതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുക. അത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി. സൈക്കോളജിയെ അപ്ലൈ ചെയ്യുകയാണ് എഡ്യൂക്കേഷനിലേക്ക്, അതിനെ നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയും. ഏതൊക്കെ അപ്ലൈഡ് സൈക്കോളജി വരുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ദി റിലേഷൻ എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്. ഈ സൈക്കോളജിയെ, മനുഷ്യൻ്റെ ബിഹേവിയറിനെ, അവൻ്റെ എക്സ്പീരിയൻസിനെ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്യുക, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ദെൻ ക്ലിനിക്കൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ക്ലിനിക്കൽ മെത്തേഡ് ടു ദ ഇൻഡിവിജ്വൽ സഫറിംഗ് ഫ്രം ദ ബിഹേവിയർ ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വ്യത്യസ്ത ഇൻഡിവിജ്വലിൻ്റെ എന്താണ് മെൻ്റൽ അതല്ലെങ്കിൽ എന്താണ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. അതിനെന്താണ് ക്ലിനിക്കൽ സൈക്കോളജി അതിൽ അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദെൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുക. ദെൻ മിലിറ്ററി സൈക്കോളജി ഇറ്റ് ഈസ് ദ കൺസേൺ വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക് ഇൻ ദ ഫീൽഡ് ഓഫ് മിലിറ്ററി ആക്ടിവിറ്റീസ്. എന്താണ്? അത് മിലിറ്ററി ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എന്താക്കുകയാണ്? അത് അപ്ലൈ ചെയ്യുകയാണ് മിലിറ്ററി സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് കൺസേൺ വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക് ഫോർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ റിലേഷൻ ടു ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്താണ്? ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിലേക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ, അതിനാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ ക്രിമിനൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എ ക്രിമിനൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അതിനെ ക്രിമിനൽ സൈക്കോളജി, അവിടെ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നു, അതിനാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ സൈക്കോളജി എന്താണ്? ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ബോഡി ഓഫ് സൈക്കോളജിക്കൽ നോളജ് ഇൻ ദ സ്റ്റഡി ഓഫ് എ ഡിപ്ലോമസി ആൻഡ് ഡിറൈവിംഗ് ദ പൊളിറ്റിക്കൽ ഗെയിൻ. എന്താണ്? അവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഡിപ്ലോമസിയുടെ സൈക്കോളജിക്കൽ നോളജ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി. അങ്ങനെയാകുമ്പോൾ സൈക്കോളജി മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, പ്യുവർ അപ്ലൈഡൊക്കെ പറഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ദ സൈക്കോളജി ദാറ്റ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. സ്വാഭാവികമായിട്ടും സൈക്കോളജിയെ എന്താണ് എഡ്യൂക്കേഷനിലേക്ക് റിലേറ്റ് ചെയ്യുക, വിദ്യാഭ്യാസത്തിലേക്ക് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ. എവിടെയാണ് പ്രയോഗിക്കുന്നത്? എഡ്യൂക്കേഷൻ സിറ്റുവേഷനിലാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് ദ ആപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. നമ്മൾ നേരത്തെ കണ്ടു എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് എന്ന് പറയുന്നത്. The main function of education psychology to help teachers understand the theoretical and functional nature of educational process revealed by scientific research. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മെയിൻ ഫംഗ്ഷൻ ഹെൽപ്പ് ദ ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ തിയറട്ടിക്കൽ,
ആൻഡ് ഫങ്ഷണൽ നാച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോസസ്. നോക്കൂ, ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് തിയറട്ടിക്കലും ഫങ്ഷണലുമായ നാച്ചർ റിവീൽഡ് ബൈ സയൻറ്റിഫിക് റിസർച്ച്. അതെന്താണ്? സയൻറ്റിഫിക് റിസർച്ചിലൂടെ റിവീൽ ചെയ്യുക. അതാണ് എന്താണ് ഇതിൻ്റെ ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. Then according to Stephen, education psychology, the systematic study of educational growth and development child. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എന്താണ്? എഡ്യൂക്കേഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്. എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് സൈക്കോളജിക്കൽ എഡ്യൂക്കേഷനിൽ സ്റ്റീഫൻ പറയുന്നത് അതാണ്. സ്കിന്നർ പറയുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി വിച്ച് ഡീൽസ് വിത്ത് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇത് ഡീൽ ചെയ്യുന്നത് ടീച്ചിങ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഡ്യൂക്കേഷനിൽ. അപ്പീൽ കൺസിഡർ എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇത്രയും എന്താണ് വ്യത്യസ്തമായ ഡെഫിനിഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ റിലേഷൻ ഓഫ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ. സൈക്കോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ ക്ലോസ്ലി റിലേറ്റഡ്. ഇതൊരു ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എങ്ങനെയാണത്? എഡ്യൂക്കേഷൻ അറ്റംപ്റ്റ് ടു മോഡിഫൈ ബിഹേവിയർ ത്രൂ ദ പ്രോസസ് ഓഫ് ലേണിംഗ് വൈൽ സൈക്കോളജി സ്റ്റഡീസ് ബിഹേവിയർ. എഡ്യൂക്കേഷൻ അറ്റംപ്റ്റ് ടു മോഡിഫൈ ബിഹേവിയർ. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി. എങ്ങനെയാണ്? ത്രൂ ദ പ്രോസസ് ഓഫ് ലേണിംഗ്, പഠന പ്രക്രിയയിലൂടെ. വൈൽ സൈക്കോളജി സ്റ്റഡി ഓഫ് ബിഹേവിയർ. എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. The growing knowledge, mind and behavior which psychology impart is a useful guide for solving educational problem. പലപ്പോഴും എന്താണ് എഡ്യൂക്കേഷണൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഗൈഡായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് എന്ത് ഈ സൈക്കോളജി എന്ന് പറയുന്നത്, സൈക്കോളജി സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ഇത്രയാണെന്ത് ഈ റിലേഷൻ, നമ്മൾ സൈക്കോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അതിൻ്റെ നാച്ചർ, സിസ്റ്റമാറ്റിക് ഇൻക്വയറി, സയൻറ്റിഫിക് അപ്രോച്ച്. ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് എന്തിനുള്ളത്? സിസ്റ്റമാറ്റിക് ഇൻക്വയറി, സയൻറ്റിഫിക് അപ്രോച്ചാണ് എപ്പോഴും എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്കുള്ളത്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഫങ്ഷണൽ, ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ആൻഡ് ഈസ് നോട്ട് ദെയർഫോർ കൺസേൺഡ് വിത്ത് ദ കണ്ടന്റ് ഓഫ് സബ്ജക്റ്റ്. ദെൻ ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്. ഇതൊരു പോസിറ്റീവ് സയൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഇത് നോർമേറ്റീവ് സയൻസ് അല്ല, നോട്ട് എ പെർഫെക്റ്റ് സയൻസ്, ഒരു പെർഫെക്റ്റ് സയൻസ് അല്ല, ഗ്രോയിങ് സയൻസ് ആണ്. ഒരു വളർച്ച നേടി ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസാണ്. ഇതാണ് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നാച്ചർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ സ്കോപ്പ്? സ്കോപ്പ് എന്ന് പറയുന്നത് ലേണറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു പഠിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സ്കോപ്പ് എന്താ? ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കും. ക്രിയേറ്റിവിറ്റിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ടാവും, ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ലേണറുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളെയാണ് നമ്മളെന്താണ് അത്തരത്തിൽ ഇതിനൊരു സ്കോപ്പ് ഉണ്ട്. അതായത് പഠന ഭാഗത്ത് പഠിപ്പിക്കുന്നതിലൊക്കെ തന്നെ. ദെൻ ടീച്ചർക്ക് എന്താണ് ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ ഈ സൈക്കോളജി ഉപയോഗപ്പെടുത്താം. ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള. ദ ലേണിംഗ് പ്രോസസ്സ്, പഠന പ്രക്രിയയിൽ എങ്ങനെ സൈക്കോളജി ഉപയോഗിക്കാം, അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അത്രയും വിശാലമായ സ്കോപ്പാണ്. ദ ലേണിംഗ് എൻവയോൺമെൻറ്റ്, എന്താണ് ചുറ്റുപാടുകൾ എന്ന് പറയുന്നത്. ലേണിംഗ് ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ സൈക്കോളജി വളരെ കൃത്യമായി പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അത് പ്രധാനപ്പെട്ടതാണ്. അതും വിശാലമായ ഒരു സ്കോപ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. ദെൻ ലിമിറ്റേഷൻസ്, സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഡ്യൂ ടു ദ നാച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, എന്താണ് ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നാച്ചർ വളരെ ലിമിറ്റേഷൻസ് സൈക്കോളജിക്ക് ഉണ്ട്. ദെൻ ഡ്യൂ ടു ദ നാച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ബിഹേവിയർ വ്യത്യസ്തമാണ്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, എന്താണ് വ്യത്യസ്തമാണ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻസ് ആണ്. സ്വാഭാവികമായിട്ടും എന്താണ് എല്ലായിടത്തും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് സൈക്കോളജി അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധ്യമാകില്ല എന്നുള്ള. ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഓൺ ഹ്യൂമൻ ബീയിങ്, പലപ്പോഴും മനുഷ്യരിലാണ് നമ്മളിത് സൈക്കോളജി അപ്ലൈ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലായിടത്തും ഒരുപോലെ ആവില്ല. ഡ്യൂ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, സ്വാഭാവികമായിട്ടും തിയറിയും പ്രാക്ടീസും തമ്മിൽ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. ഇത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ഇനി കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ സൈക്കോളജി, എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സംഭാവന എന്ന് പറയുന്നത്?
ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. സ്വാഭാവികമായിട്ടും സൈക്കോളജി അറിയുന്നത്, എഡ്യൂക്കേഷൻ സൈക്കോളജി അറിയുന്നതിലൂടെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലേണറെ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. ടു കാറ്റർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ എടുക്കാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ ക്യാരക്ടേഴ്സും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്സ്, പഠന പ്രക്രിയ എങ്ങനെയെന്നുള്ളത്, ഓരോ കുട്ടിയുടെയും ക്ലാസ് റൂമിൻ്റെയും പഠന പ്രക്രിയ എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മറ്റതാണ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, എങ്ങനെ ഇഫക്റ്റീവായി ടീച്ച് ചെയ്യാം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഓഫ് ചൈൽഡ്, എങ്ങനെ കുട്ടിയുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഡൈനാമിക് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഇൻ ക്ലാസ് റൂമിലെ ഗ്രൂപ്പ് ഡൈനാമിക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോഷ്യൽ ബിഹേവിയർ, ക്ലാസ് റൂമിൻ്റെ സോഷ്യൽ ബിഹേവിയർ എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വ്യത്യസ്തമായ സ്കൂളുകളുണ്ട്. ഏതൊക്കെയാണ് സൈക്കോളജിയിൽ വ്യത്യസ്തമായ സ്കൂളുകൾ? A group of psychologists having similar point of view and making similar approaches to study of human mind or behavior constitute a school of thought in psychology. നോക്കൂ, ഒരേ തോട്ടുകളുള്ള, വ്യത്യസ്ത തോട്ടുകളുള്ള, അങ്ങനെയൊക്കെയുള്ള സിമിലർ ആയിട്ടുള്ള ഒക്കെ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് അപ്രോച്ചസ് ഉണ്ട് സൈക്കോളജിയിൽ. അതിനെ നമ്മൾ ദർ ആർ സെവറൽ സ്കൂൾ ഓഫ് സൈക്കോളജി, അതിനെ നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജി എന്നാണ് പറയുക. വ്യത്യസ്ത വ്യൂ, ഒരേ വ്യൂ ഒക്കെ ഉള്ളത് നമ്മൾ ആൻഡ് ഈച്ച് ഹാസ് എ ഡെവലപ്ഡ് സം സിസ്റ്റം ഓഫ് ഐഡിയാസ്. ഇത് ഓരോ ആശയങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അത്തരത്തിൽ സ്കൂൾ ഓഫ് സൈക്കോളജി ഉണ്ട്. ഏതൊക്കെയാണ് ആ സ്കൂൾ ഓഫ് സൈക്കോളജി? സ്ട്രക്ചറലിസം, നമ്മളൊന്ന് പറയുന്നത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറലിസം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. സെക്കൻഡ് വൺ ഫങ്ഷണലിസം, തേർഡ് വൺ ബിഹേവിയറിസം, ഫോർത്ത് വൺ സൈക്കോ അനാലിസിസ്, ഫിഫ്ത്ത് വൺ ജസ്റ്റാൾട്ട് സൈക്കോളജി. 5 തരത്തിലുള്ള സ്കൂളുകളുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. സ്ട്രക്ചറലിസം, വില്യം വൂണ്ട് ആണ്, ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്, ഫാദർ ഓഫ് സ്ട്രക്ചറലിസം ആരാണ്? വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലിപ്സിംഗ് ഇൻ 1879. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലിപ്സിംഗിലാണ് 1879. അതർ സൈക്കോളജി വെബർ, ഫെച്ച്നർ, ടിച്ച്നർ എന്നൊക്കെ പറയുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ വക്താക്കളാണ്. ടു എംഫസൈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൈൻഡ് ത്രൂ ദ അനാലിസിസ് ഓഫ് എ കോമ്പോണൻറ്റ് ഓർ സ്ട്രക്ചർ ബൈ അഡോപ്റ്റിംഗ് ദ സ്പെസിഫിക് ഓഫ് ദ മെയിൻ ടെക്നിക്ക്. ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡാണ്. സ്ട്രക്ചറലിസത്തിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൈൻഡാണ്. ത്രൂ ദ അനാലിസിസ് ഓഫ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ, മൈൻഡിൻ്റെ സ്ട്രക്ചർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റഡിയാണ് ഇതെന്ന് പറയുന്നത്. അത് സ്ട്രക്ചറലിസം. അപ്പോൾ ഇതിൻ്റെ ഫാദേഴ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. അടുത്തതാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്. മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സൈക്കോളജി സ്റ്റഡി ഓഫ് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്, മനുഷ്യൻ്റെ മൈൻഡിൻ്റെ സ്ട്രക്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലെന്താണ്? മൈൻഡ് ഈസ് ദ സം ടോട്ടൽ ഓഫ് വേരിയസ് മെൻ്റൽ എക്സ്പീരിയൻസ്, വ്യത്യസ്ത തോട്ടുകളുടെ എക്സ്പീരിയൻസ്. എന്താണ്? തോട്ട്, ഫീലിംഗ്, സെൻസേഷൻ, അറ്റൻഷൻ, ഇമാജിനേഷൻ, ഡയറക്റ്റ് നോളജ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ദർ ഈസ് എ നോ കോഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി, മൈൻഡും ബോഡിയും തമ്മിൽ നോ കോഷ്യൽ റിലേഷൻഷിപ്പാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചറലിസം. ദെൻ ഇവർ എഡ്യൂക്കേഷനിൽ ഇവരുടെ പ്രാധാന്യം എന്താണ്? സ്ട്രക്ചറലിസം സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ലേണർ അണ്ടർ കൺട്രോൾഡ് ലേണിംഗ് കണ്ടീഷൻ. എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ലേണറുടെ ആക്ടിവിറ്റിയെ ഒബ്സർവ് ചെയ്യാൻ പറ്റും കൺട്രോൾഡ് കണ്ടീഷനിൽ. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് സ്റ്റഡിങ് ഹ്യൂമൻ ബിഹേവിയർ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് മുന്നോട്ട് വെച്ചത് സ്ട്രക്ചറലിസ്റ്റുകളാണ്. ദെൻ ഇറ്റ് ഇനീഷ്യേറ്റ് സ്പിരിറ്റ് ഓഫ് സയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിലെ എക്സ്പെരിമെൻറ്റേഷൻ മുന്നോട്ട് വെച്ചത് ആരാണ്? സ്ട്രക്ചറലിസ്റ്റുകളാണ് എന്നുള്ളതാണ് ഇവരുടെ ഇമ്പോർട്ടൻസ്. ദെൻ അടുത്തതാണ് ഫങ്ഷണലിസം, റിയാക്ഷൻ ടു ദ സ്കൂൾ ഓഫ് സ്ട്രക്ചറലിസത്തിനെതിരെയുള്ള റിയാക്ഷൻ ആയിരുന്നു ഫങ്ഷണലിസ്റ്റുകൾ കൊണ്ടുവന്നത്. വില്യം ജെയിംസ്, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. ദെൻ ഫങ്ഷണലിസത്തിൻ്റെ വില്യം ജെയിംസ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നു. ഫങ്ഷണൽ സ്റ്റഡീസ് മൈൻഡ് ആസ് ദ ഫങ്ഷൻ അഡാപ്റ്റിംഗ് ദ ഇൻഡിവിജ്വലിസ് എൻവയോൺമെൻറ്റ്. ചിക്കാഗോ ഫങ്ഷണലിസ്റ്റ് ഡ്യൂവി കാറാണ്, അവരാണ് അതിൻ്റെ വക്താക്കൾ. ദ കൊളംബിയ ഫങ്ഷണലിസം തൊണ്ടേക്ക് ആൻഡ് കാറ്റിലാണ്. എന്താണ്? ഫങ്ഷണലിസം സ്റ്റഡീസ് ആസ് എ ഫങ്ഷൻ ഓഫ് അഡാപ്റ്റ് ഇൻഡിവിജ്വൽ, ഒരു എൻവയോൺമെൻറ്റിൽ വ്യക്തിയുടെ ഫങ്ഷനെക്കുറിച്ച്, മൈൻഡിൻ്റെ ഫങ്ഷനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് അത് ഫങ്ഷണലിസം. നേരത്തെ സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു, ഇവിടെ ഫങ്ഷനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും എയിംസ് ഓഫ് സൈക്കോളജി സ്റ്റഡി ഓഫ്
വാട്ട് ഫോർ ദ വാട്ട് ഓഫ് മെൻ്റൽ പ്രോസസ്സ്, എന്താണ് മെൻ്റൽ പ്രോസസ്സിൽ എന്നുള്ളതാണ് ഇവർ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ കൺസേൺ വിത്ത് ദ നാച്ചർ ഓഫ് ഫങ്ഷൻ ഓഫ് മെൻ്റൽ പ്രോസസ്സ്, എന്താണ് നാച്ചർ, അതിൻ്റെ ഫങ്ഷൻ എന്നിവർ മെൻ്റൽ പ്രോസസ്സിൻ്റെത് അവർ കൺസേൺ ചെയ്യുന്നത്. ബിലീവ് ദ മൈൻഡ് ആൻഡ് ബോഡി ആർ ദ ഇൻട്രിൻസിക്കലി വൺ, മൈൻഡും ബോഡിയും എന്താണ്, ഒരു ഇൻട്രിൻസിക്കലി ആയിട്ടുള്ള ഒന്നാണ്. മൈൻഡ് ഈസ് ടു ബി റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് വിച്ച് എയ്ഡ് മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് എൻവയോൺമെൻറ്റ്, മനുഷ്യന് അവൻ്റെ പരിസ്ഥിതിയുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ, ഫങ്ഷൻ ചെയ്യുന്നതിൽ എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് മൈൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഫങ്ഷനിസ്റ്റുകൾ പറയുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ടു റെവല്യൂഷണൈഡ് കരിക്കുലം എന്താണ്, റെവല്യൂഷൻ നടക്കുന്നത്, വിപ്ലവകരമായ മാറ്റം കരിക്കുലത്തിൽ കൊണ്ടുവരുന്നത് ഇവരാണ് എന്നുള്ളതാണ്. സ്റ്റഡി ഓഫ് എ വാരിയസ് പ്രോബ്ലം ഓഫ് ഇൻഡിവിജ്വൽ, ലേണിംഗ് ബൈ ഡൂയിങ്. Then it gave to birth utilitarian theory of education. എഡ്യൂക്കേഷനിൽ യൂട്ടിലിറ്റേറിയൻ തിയറി ഫങ്ഷനിസ്റ്റുകളുടെ സംഭാവനയാണ്. അതെന്താണ്, ലേണിംഗ് ബൈ ഡൂയിങ് മുന്നോട്ട് വെച്ചത് ഇവർ. ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ ബിഹേവിയറിസത്തിലേക്ക് പോകുന്ന സമയത്ത് വാട്സൺ ആണ് ഇതിൻ്റെ ഫൗണ്ടർ. നോട്ടബിൾ സൈക്കോളജിസ്റ്റ് വേർ സ്കിന്നർ, പാവലോ, ടോൾമാൻ, ഹൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ബിഹേവിയറിസ്റ്റുകളായിരുന്നു. ഫാദർ ഓഫ് ബിഹേവിയറിസം ജെ.ബി. വാട്സൺ ആണ്. Then psychology is the purely experimental branch of the natural science object which is the elaborate, controlled and predictable behavior. Purely experimental branch ആക്കിയിട്ടാണ് ബിഹേവിയറിസ്റ്റുകൾ എന്താണ് ഇതിനെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ദ അറ്റൻഷൻ ടോട്ടൽ അത് ഓവേർട്ട് ഓഫ് ഒബ്സർവബിൾ ബിഹേവിയർ ക്യാൻ ബി മെഷേർഡ് സയൻറ്റിഫിക്കലി. എന്താണ്, ഒരു മനുഷ്യൻ്റെ ഓവേർട്ട് ബിഹേവിയറിനെ, പുറമേയുള്ള വ്യവഹാരത്തെ കൃത്യമായി മെഷർ ചെയ്ത് അളക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഇവർ മുന്നോട്ട് വെക്കുന്നു. ദേ മെയിൻ ദാറ്റ് എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദ ഡിറ്റർമിനിങ് ദ ബിഹേവിയർ ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. എൻവയോൺമെൻറ്റൽ ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഏതിലെ, പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്നാണ് ഇവർ പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം, ദെൻ റീൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റിവാർഡ്, ദെൻ ബിഹേവിയർ ആൻഡ് മോഡിഫിക്കേഷൻ പ്രോഗ്രാം. ഇതൊക്കെ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ, ഏതിൻ്റെ, ബിഹേവിയറിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ദ സ്കൂൾ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് എന്ത്, സൈക്കോ അനാലിസിസിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. who stressed the study of human behavior through the analysis of conscious mental process. കോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിൻ്റെ അനാലിസിസ് ആണ് ഹ്യൂമൻ ബിഹേവിയറിൽ സ്ട്രെസ് ചെയ്യുന്നത്. യൂസിങ് ഡ്രീം അനാലിസിസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ ഇവർ എന്താണ് യൂസ് ചെയ്യുന്നു. അഡ്ലർ, യൂങ്, എറിക്സൺ, അന്ന ഫ്രൂയിഡ് ഇവരൊക്കെ എന്താണ് സ്കൂൾ ഓഫ് സൈക്കോ അനാലിസിസിൽ പ്രധാനപ്പെട്ടതാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡ് ആസ് 3 parts, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. Then conscious layer constitute the larger part of the mental life. id, ego, super ego, personality altered, personality മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് സൈക്കോ അനാലിസിസുകൾ സംഭാവനയാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അൺകോൺഷ്യസ് മോട്ടിവേഷൻ, സൈക്കോ അനാലിസിസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ. ഇറ്റ് ഹാസ് എ ത്രോൺ ലൈറ്റ് ഓൺ ദ കോസ് ഓഫ് മെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങൾ ആരുടെ, സൈക്കോ അനാലിസിസിൻ്റെ സംഭാവനയാണ്. ദെൻ അവസാനത്തെ സ്കൂളാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ബോൺ ഇൻ ജർമ്മനി. മാർക്സ് വെർത്തീമർ ആണ് ഫൗണ്ടർ. അതേഴ്സ് കാഫ്ക, കോഹ്ലർ, ലെവിൻ എക്സെട്ര എന്താണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളായിരുന്നു. ജസ്റ്റാൾട്ട് മീൻ കോൺഫിഗറേഷൻ, ഒരു ഓർഗനൈസ് ഹോൾ എന്നാണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. എംഫസിസ് റോൾ ഓഫ് കോൺഫിഗറേഷൻ ഓർ ഓർഗനൈസേഷൻ ഇൻ ദ പെർസെപ്ച്വൽ ഫീൽഡ് ആൻഡ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് ഇൻസൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ലേണിങ്ങിൽ ഇൻസൈറ്റിനെ കുറിച്ചാണ്, ഇൻസൈറ്റിനെ കുറിച്ചാണ് ഇവർ എന്താണ് എംഫസിസ് ചെയ്യുന്നത്. ഇതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ടെനൻസ്, ഇറ്റ് ഈസ് ദ ഹോൾ വിച്ച് ഡിറ്റർമിനിങ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് പാർട്ട്. പാർട്ടിനല്ല പ്രാധാന്യം, അതെന്താണ് ഹോളിനാണ് എന്ന് പറയുന്നത്, എംഫസൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. മീനിങ് ഓഫ് ദ സെൻസേഷൻ ഓർ പെർസെപ്ഷൻ ആൾവേസ് റിലേറ്റഡ് ടു ദ ടോട്ടൽ സിറ്റുവേഷൻ. പെർസെപ്ഷനും സെൻസേഷനും മീനിങ് ആകുന്ന ടോട്ടൽ സിറ്റുവേഷനാണ് മീൻ ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ടെനൻസ് എന്ന് പറയുന്നത്. Contribution, emphasize the importance of presenting the subject matter whole in the class. Whole ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം സബ്ജക്റ്റിനെ ക്ലാസ് റൂമിൽ. ദെൻ ഇറ്റ് പ്രിൻസിപ്പൾ ഫൈൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കരിക്കുലം, ഓർഗനൈസേഷൻ, സിലബസ്, വർക്ക് പ്ലാൻ എക്സെട്ര. ഇൻ്റഗ്രേറ്റഡ് മീനിങ് ഫുൾ ഹോൾ. ദെൻ ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഹോളിസ്റ്റിക് മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് സൈക്കോളജി, അതിൻ്റെ മീനിങ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ അതുപോലെ തന്നെയാണ് ബ്രാഞ്ചസ്, പിന്നെ എന്താണ് അവസാനമായിട്ട് നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജി, അതിൽ പ്രധാനപ്പെട്ട ആളുകളെയും പറഞ്ഞു.
താങ്ക് യു ഓൾ.